വലിയൊരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും സംസ്ഥാന രാഷ്ട്രീയത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് എന്ന വാക്ക് വലിയ ചർച്ചയാവുകയാണ്. ഒരു നൂറ്റാണ്ട് നീണ്ട ജീവിതത്തിലാകെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ ആവേശമായിരുന്നു VS അച്യുതാനന്ദൻ. VS കൂടി നേതൃത്വം കൊടുത്ത് ഉണ്ടാക്കിയ പാർട്ടിയിൽ നിന്ന് VS നടപടി നേരിട്ടത് 11 തവണയാണ്. പക്ഷേ VSന്റെ അവസാന കാലത്ത് വിഭാഗീയത ഏറ്റവും ചർച്ചയായ കാലത്ത് ഉയർന്നുകേട്ട ഒരു വാക്കാണ് തിരുവനന്തപുരം സംസ്ഥാന സമ്മേളനത്തിലെ ക്യാപിറ്റൽ പണിഷ്മെന്റ്. ഒരിടവേളയ്ക്ക് ശേഷം CPIM-ൽ വീണ്ടും വലിയ ചർച്ചയാവുകയാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം. CPIM നേതാവ് സുരേഷ് കുറുപ്പിന്റെ മാതൃഭൂമി പത്രത്തിലെ ലേഖനമാണ് പുതിയ വിവാദത്തിന് കാരണം. ആലപ്പുഴ സംസ്ഥാന സമ്മേളനത്തിൽ VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന പരാമർശം നടത്തിയത് വനിതാ നേതാവാണെന്ന് സുരേഷ് കുറുപ്പ് പറയുന്നു. അധിക്ഷേപം സഹിക്കാനാവാതെ VS വേദി വിട്ടെന്നും VSനെ അനുസ്മരിച്ച് എഴുതിയ ലേഖനത്തിൽ പരാമർശമുണ്ട്. അതേസമയം ഒരാളും സമ്മേളനത്തിൽ ഈ വാക്ക് പറഞ്ഞിട്ടില്ലെന്നും VS മരിച്ച ശേഷം അനാവശ്യ വിവാദമുണ്ടാക്കുകയാണ് എന്നും മന്ത്രി V ശിവൻകുട്ടി പറഞ്ഞു. ഞാൻ ആലപ്പുഴ സമ്മേളനത്തിൽ പങ്കെടുത്തതാണ്. ആലപ്പുഴ സമ്മേളനത്തിൽ വെച്ചാണ് ഞാൻ സംസ്ഥാന കമ്മിറ്റിയിൽ വരുന്നത്. അങ്ങനെ ഒരു നേതാവ് അവിടെ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് പറഞ്ഞിട്ടില്ല. വേർപെട്ട് പോയ ശേഷവും ഇനി അദ്ദേഹത്തിന്റെ പേര് വെച്ച് ചർച്ച ചെയ്തത് പാർട്ടിയെ ദുർബലപ്പെടുത്തുന്നതിന് വേണ്ടിയാണ്, പാർട്ടിക്കകത്ത് ചർച്ച നടക്കുന്നതിന് വേണ്ടിയാണ്. ഇത്തരം ചർച്ചകൾ നടത്തുന്നവരെല്ലാം പാർട്ടിയുടെ വളർച്ചയിലും പാർട്ടിയുടെ സ്വാധീനത്തിലും ഒക്കെ തന്നെ ഉത്കണ്ഠ ഉള്ളവരാണ്. ഒരു ഇടവേളയ്ക്ക് ശേഷം ഈ വിവാദം വീണ്ടും തുടങ്ങിയത് പിരപ്പൻകോട് മുരളിയാണ്. ഒരു യുവ നേതാവ് VSന് ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കണമെന്ന് വിമർശിച്ചെന്ന് പിരപ്പൻകോട് മുരളിയാണ് VSന്റെ വിയോഗത്തിന് ശേഷം ചർച്ച വീണ്ടും തുടങ്ങിയത്. അയാൾ ഒരു വായനക്കാരനാണെന്നും പിരപ്പൻകോട് മുരളി പറഞ്ഞു. M സ്വരാജിനെ ചൂണ്ടിക്കാട്ടിയുള്ള വിവാദത്തിൽ CPIM സംസ്ഥാന സെക്രട്ടറി തന്നെ പ്രതിരോധം തീർത്ത് രംഗത്തെത്തി. അങ്ങനെ ഒരു വാക്ക് ഉണ്ടായിട്ടില്ലെന്നും പിരപ്പൻകോട് മുരളി പാർട്ടിയിൽ ഇപ്പോൾ ഇല്ലെന്നും വ്യക്തമാക്കി CPIM സംസ്ഥാന സെക്രട്ടറി. ശുദ്ധ അസംബന്ധം പറയുന്നതാണ്. ഇമാതിരി അസംബന്ധം പറയുന്ന കുറേ ഉണ്ട്. പാർട്ടി മെമ്പർഷിപ്പൊന്നും പോയി പിന്നെ പണം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പുസ്തകം എഴുതുമ്പോൾ ആ പുസ്തകത്തിന് പ്രചാരവേല കിട്ടാൻ വേണ്ടി ഓരോ വാർത്ത ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. തികച്ചും തെറ്റായ പ്രചാരവേല. ഞാൻ ഈ പറഞ്ഞ പോലെ കാറ്റുള്ളപ്പോൾ തൂറ്റുക എന്ന് പറഞ്ഞാൽ നല്ല രീതിയിൽ ലാഭം ഉണ്ടാകുമെന്ന് വിചാരിച്ചിട്ടാണ്. അതാ പരിപാടി. അദ്ദേഹത്തിന് ഇപ്പോൾ പാർട്ടി മെമ്പർഷിപ്പ് തന്നെ ഇല്ല. അപ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാമല്ലോ എന്താണ് ചെയ്യുന്നത്. യുവ നേതാവും പെൺകുട്ടിയും രണ്ട് നേതാക്കളുടെ വാക്കുകളാണ്. രണ്ടു പേരും പറഞ്ഞത് സത്യമെങ്കിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് വിമർശനം 2 സമ്മേളനങ്ങളിൽ ആവർത്തിച്ചു. ഒരു പരാമർശം മാത്രമല്ല, സമ്മേളനങ്ങളിൽ VSനെ കടന്നാക്രമിക്കുകയായിരുന്നെന്ന് VSന്റെ മുൻ PA A സുരേഷ് കുമാറും ന്യൂസ് മലയാളത്തോട് വ്യക്തമാക്കി. ആരാണ് പറഞ്ഞതെന്ന് സമ്മേളനത്തിൽ പങ്കെടുത്ത നേതാക്കൾ പറയട്ടെ എന്നായിരുന്നു സുരേഷ് കുമാറിന്റെ വാക്കുകൾ. ആലപ്പുഴ സമ്മേളനം എന്ന് പറയുന്നത് ഒരു VSനെ അധിക്ഷേപിക്കാൻ വേണ്ടി മാത്രം നടത്തിയൊരു സമ്മേളനമായിട്ടാണ് നമ്മളെപ്പോലുള്ള ആളുകൾ മനസ്സിലാക്കിയത്. കാരണം അത്രത്തോളം VS വധം ആട്ടക്കഥയായിരുന്നു ആ സമ്മേളനത്തിൽ. ചുറ്റും ഒരു VSന്റെ ഏറ്റവും പ്രായം കുറഞ്ഞ ആൾക്കാർ VSനെ മുതിർന്ന ഒരു കമ്മ്യൂണിസ്റ്റിനെ, പാർട്ടി ഉണ്ടാക്കിയ ഒരു കമ്മ്യൂണിസ്റ്റിനെ വേദിയിലിരുത്തി അധിക്ഷേപിക്കുക എന്ന് പറഞ്ഞാൽ ആർക്കും സഹിക്കാൻ പറ്റുന്ന കാര്യമല്ല. അത്തരത്തിലുള്ള അധിക്ഷേപിച്ച ആളുകൾ സംസ്ഥാന കമ്മിറ്റിയിൽ എത്തിയിട്ടുണ്ടാവും എന്നാണ് എന്നെ പോലുള്ള ആളുകൾ വിശ്വസിക്കുന്നത്. ഒരു പരാമർശമല്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഒരുപാട് പരാമർശങ്ങൾ അത്തരത്തിൽ VSനെ ഇരുത്തിക്കൊണ്ട് ഉണ്ടായതും അധിക്ഷേപം ഉണ്ടായതിന്റെയും ഭാഗമായിട്ടാണ് VSന് ഇരിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ നിന്നാണ് അവിടെ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും തിരുവനന്തപുരം സമ്മേളനത്തിന് ശേഷം ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം സൂചിപ്പിച്ചുള്ള VSന്റെ പ്രസംഗം അന്ന് വലിയ ചർച്ചയായിരുന്നു. VSന്റെ വിയോഗത്തിന് ശേഷം CPIM-ൽ നീറിപ്പുകയുകയാണ് ക്യാപിറ്റൽ പണിഷ്മെന്റ് വിവാദം. ഇപ്പോൾ ബിനിൽ ലീല സാബു ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന് ഈ വിഷയത്തിന്റെ കൂടുതൽ വിശദാംശങ്ങളുമായി. ബിനിൽ, ക്യാപിറ്റൽ പണിഷ്മെന്റ് പരാമർശം ഉണ്ടായോ എന്നതിനപ്പുറം CPIM-ന്റെ മുതിർന്ന 2 നേതാക്കൾ 2 സംസ്ഥാന സമ്മേളനങ്ങളിൽ പരാമർശമുണ്ടായി എന്നാണ് വ്യക്തമാക്കുന്നത്. പാർട്ടി മറക്കാൻ ആഗ്രഹിക്കുന്ന വിഭാഗീയത വീണ്ടും തിരിഞ്ഞു കൊത്തുകയാണോ CPIM-ന്? രുചീഷ്, അതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ 2 നേതാക്കളും ഇപ്പോൾ പാർട്ടിയിൽ സജീവമല്ല എന്നുള്ളതാണ്. അവരുടെ പരാമർശമാണ്, അവരുടെ ലേഖനമാണ് ഇപ്പോൾ പുതിയ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും തുടങ്ങി കുറിച്ചത്. ഇതിൽ പാർട്ടി നിലപാട് എന്ന് പറയുന്നത് ഇതിൽ അധിക സമയത്തേക്ക് അല്ലെങ്കിൽ അധിക നാളേക്ക് ഈ ചർച്ച തുടരേണ്ടതില്ല എന്നുള്ള തീരുമാനമായിരിക്കും പാർട്ടി സ്വീകരിക്കുക. കഴിഞ്ഞ ദിവസം CPIM-ന്റെ സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ വാക്കുകൾ നമുക്ക് കേട്ടാൽ കൃത്യമായത് മനസ്സിലാക്കും. ശുദ്ധ അസംബന്ധമാണ് പിരപ്പൻകോട് മുരളി പറഞ്ഞത്. അത്തരമൊരു സംഭവമേ ഉണ്ടായിട്ടില്ല
എന്നാണ് അദ്ദേഹം പറഞ്ഞു പോയത്. എന്തായാലും ഇക്കാര്യത്തിൽ അദ്ദേഹം കൂട്ടിച്ചേർത്ത മറ്റൊരു കാര്യം, മെമ്പർഷിപ്പിൽ ഇപ്പോഴില്ല, പുസ്തകം എഴുതി പണം ഉണ്ടാക്കാനുള്ള ശ്രമം എന്നാണ്, അതിനെ അങ്ങനെ പറഞ്ഞാണ് തള്ളിക്കളയുകയും ചെയ്തത്. എന്തായാലും അതിനുശേഷമാണ് ഇപ്പോൾ സുരേഷ് കുറുപ്പിന്റെ ഒരു ലേഖനം വരികയും അതിൽ സമാനമായ പരാമർശം അത് ആലപ്പുഴ സമ്മേളനത്തിൽ ഉണ്ടായി എന്ന് പറയുകയും ചെയ്യുന്നത്. അതൊരു കൊച്ചു പെൺകുട്ടിയാണ് എന്നാണ് പറയുന്നത്. പെരുപ്പൻകോടി മുരളി പറഞ്ഞത് യുവ നേതാവ് എന്നാണെങ്കിൽ ആലപ്പുഴയിൽ അത്തരം ക്യാപിറ്റൽ പണിഷ്മെന്റ് നൽകണമെന്ന് പറഞ്ഞത് ഒരു കൊച്ചു പെൺകുട്ടിയാണ് എന്നാണ് പറഞ്ഞത്. നവമാധ്യമങ്ങളടക്കം ആ ചർച്ച, ആ സംശയം നീണ്ടത് ചിന്താ ജെറോമിലേക്കായിരുന്നു. ചിന്ത അന്നത്തെ ആ സമ്മേളനത്തിൽ ആലപ്പുഴയിൽ ഉണ്ടായിരുന്നു. ചിന്തയുടെ പ്രതികരണം കൂടി ഇന്ന് വരികയും ചെയ്തതാണ്. അത്തരം ഒരു സൂചന ഇല്ല എന്ന് പറഞ്ഞ് ചിന്ത അതിനെ തള്ളിക്കളയുകയാണ്. മാത്രമല്ല, ആ സമ്മേളനത്തിൽ ആദ്യം മുതൽ അവസാനം വരെ പങ്കെടുത്ത ആളാണ് താൻ. ഒരു പ്രതിനിധി പോലും അത്തരത്തിലുള്ള ചർച്ചയിലോ സമ്മേളനത്തിലോ അത്തരം ഒരു കാര്യം പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. ആകെ മൊത്തത്തിൽ CPM നേതാക്കളുടെ പ്രതികരണങ്ങൾ എടുത്തു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക, ഇതിന് അതിഗൗരവത്തിലെടുത്ത് ചർച്ചയിലേക്ക് കൊണ്ടുപോകാൻ CPM ആഗ്രഹിക്കുന്നില്ല. കാരണം VS മരിച്ച് കഴിഞ്ഞ് കുറച്ച് ദിവസം മാത്രമേ ആയിട്ടുള്ളൂ. അത്തരം അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ CPM നേതാക്കൾ നിലകൊണ്ടു എന്ന് പറയുന്നത് പാർട്ടിക്ക് അത്ര ഗുണകരമായിരിക്കില്ല, ദോഷകരമായിട്ട് ബാധിക്കും എന്നാണ് പാർട്ടി വിലയിരുത്തലെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. വി ശിവൻകുട്ടിയുടെ പ്രതികരണം രാവിലെ വന്നു. അദ്ദേഹവും പറയുന്നത് ഇങ്ങനെ തന്നെയാണ്. ആ സമ്മേളനത്തിൽ അദ്ദേഹവും ഉണ്ടായിരുന്നു, പക്ഷേ അത്തരം ഒരു പരാമർശം ശ്രദ്ധയിൽപ്പെട്ടില്ല. മാത്രമല്ല, ആരും അങ്ങനെ ഒരു പരാമർശം നടത്തിയിട്ടില്ല എന്നാണ് വി ശിവൻകുട്ടി പറയുന്നത്. മാത്രമല്ല, ഈ സുരേഷ് കുറുപ്പിനെ പൂർണ്ണമായും തള്ളുകയാണ് വി ശിവൻകുട്ടി ചെയ്തത്. അദ്ദേഹത്തിന്റെ ഒരു പറഞ്ഞത് ഇങ്ങനെയാണ്, അത്തരത്തിൽ ഇപ്പോൾ VS നെ കുറിച്ച് ഇങ്ങനെ പറയുന്ന ആളുകൾക്ക് ദുഷ്ടലാക്കുണ്ട്, അത് പാർട്ടിയുടെ വളർച്ചയിൽ ഉത്കണ്ഠയുള്ളത് കൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് പറഞ്ഞ് പൂർണ്ണമായും വി ശിവൻകുട്ടി തള്ളുകയാണ് ചെയ്തത്. കടകംപള്ളി സുരേന്ദ്രന് സമാനമായ പ്രതികരണമാണ് നടത്തിയത്. ആ സമ്മേളനത്തിൽ അത്തരം ഒരു പ്രതികരണം അല്ലെങ്കിൽ ഒരു പരാമർശം വന്നിട്ടേ ഇല്ല എന്നാണ് നേതാക്കളെല്ലാം തന്നെ പറയുന്നത്. ചുരുക്കത്തിൽ നമുക്ക് ഇങ്ങനെ വായിച്ചെടുക്കാം, ഈ രണ്ട് പാർട്ടിയിൽ ഇപ്പോൾ സജീവമല്ലാത്ത രണ്ട് മുൻ നേതാക്കൾ പറയുന്നതിനെ ഗൗരവത്തിലെടുത്തൊരു ചർച്ചയാക്കി മുന്നോട്ട് കൊണ്ടുപോകേണ്ടതില്ല. പ്രത്യേകിച്ച് തദ്ദേശ നിയമസഭാ തെരഞ്ഞെടുപ്പൊക്കെ വരികയാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു ചർച്ച അങ്ങനെ നീണ്ടാൽ അത് ഗുണകരമാകില്ല. അതിന് സംസ്ഥാന സമ്മേളനത്തിലെ പരാമർശങ്ങളൊക്കെ, ചെറിയ പരാമർശങ്ങൾ പോലും വലിയ വാർത്തയാകുന്നത് ആ രഹസ്യ സ്വഭാവം ആ സമ്മേളനം സൂക്ഷിക്കുന്നത് കൊണ്ട് തന്നെയാണ്. ആ തരത്തിലാണ് ചെറിയ വാർത്തകൾ പോലും പുറത്തേക്ക് വരുമ്പോൾ വലിയ വിമർശനങ്ങളാകുന്നത്. ഇത്ര ഒരു പതിറ്റാണ്ട് കഴിഞ്ഞും അത് വലിയ ചർച്ചയായി നിലനിൽക്കുന്നത്. എന്തായാലും VS കമ്മ്യൂണിസ്റ്റ് മനുഷ്യാവതാരം എന്ന പിരപ്പൻകോട് മുരളിയുടെ പുസ്തകം പുറത്തിറങ്ങുമ്പോൾ ഇനിയും നമ്മൾ ഇത്തരത്തിൽ വിവാദങ്ങൾ പ്രതീക്ഷിക്കണം. തീർച്ചയായിട്ടും അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. പ്രത്യേകിച്ച് VSന്റെ മരണശേഷം തന്നെ തൊട്ടു പിന്നാലെ തന്നെയാണ്, അധികം വൈകാതെയാണ് പെരുപ്പൻകോട് മുരളിയുടെ ഒരു പരാമർശം വരുന്നത്, അദ്ദേഹത്തിന്റെ പ്രതികരണം വരികയും ചെയ്യുന്നത്. അത് ആ പുസ്തകം, അദ്ദേഹത്തിന്റെ പുസ്തകം ഇറങ്ങുമ്പോൾ കൂടുതൽ പരാമർശങ്ങൾ, ഇത്തരം കാര്യങ്ങൾ കൂടുതൽ ഉണ്ടാകുമെന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുക. എന്തായാലും പാർട്ടി ഇതിനെ കാണുന്നത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതാണ്. ഈ രണ്ട് നേതാക്കളും, പെരുപ്പൻകോട് മുരളി ആണെങ്കിലും സുരേഷ് കുറുപ്പ് ആണെങ്കിലും പാർട്ടിയുമായി വലിയ അകൽച്ചയിൽ, ഇപ്പോൾ അടുത്ത് ബന്ധമില്ലാത്ത രണ്ട് നേതാക്കളാണ്. അതുകൊണ്ട് തന്നെ അവർ പറയുന്നതിനെ ആ രീതിയിൽ മുഖവിലേക്ക് എടുക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം. എന്തായാലും ഈ പുസ്തകം ഇറങ്ങുമ്പോൾ അതിൽ എന്തൊക്കെയാകും, ഇനിയും കൂടുതൽ എന്തെങ്കിലും കാര്യങ്ങൾ പറയുന്നുണ്ടോ എന്നുള്ളതാണ് ഉറ്റുനോക്കുന്നത്. അത് CPM ഉറ്റുനോക്കുന്നുണ്ടോ നമുക്ക് സംസ്ഥാന സെക്രട്ടറിയുടെ പ്രതികരണം അടക്കം മനസ്സിലാക്കാൻ കഴിയും. കാരണം അദ്ദേഹം പുസ്തകം എഴുതുകയാണ്. ആ പുസ്തകം എഴുതുമ്പോൾ അത് വിറ്റുപോകുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളാണ് ഇപ്പോൾ പറയുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്, CPM സംസ്ഥാന സെക്രട്ടറി പറയുന്നത്. അതുകൊണ്ട് തന്നെ ആ പുസ്തകത്തിൽ കൂടുതൽ കാര്യങ്ങൾ മറ്റത്തിലേക്ക് ഉണ്ടാകാം എന്നുള്ളൊരു തോന്നൽ പ്രത്യേകിച്ച് പൊതുസമൂഹത്തിലുണ്ട്. കാരണം ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം വന്നത്. പ്രത്യേകിച്ച് VS മരിച്ച് തൊട്ടു പിന്നാലെയാണ് ആ പ്രതികരണം വരുന്നതും. എന്തായാലും ഇക്കാര്യത്തിൽ പാർട്ടിക്ക് ആശങ്കയില്ലാന്ന് തന്നെയാണ് പൊതുവിൽ പ്രതികരണങ്ങൾ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം പൂർണ്ണമായും ഈ രണ്ട് നേതാക്കളെയും തള്ളിക്കളഞ്ഞാണ് എല്ലാ നേതാക്കളുടെയും പ്രതികരണം വരുന്നത്. പ്രത്യേകിച്ച് തിരുവനന്തപുരത്തും അവിടെയും ആലപ്പുഴയിലും രണ്ടിടങ്ങളിലും അത്തരം ഒരു പരാമർശമേ ഉണ്ടായിട്ടില്ല എന്ന് പൂർണ്ണമായും തള്ളിക്കളഞ്ഞുള്ള പ്രതികരണമാണ് പറയുന്നത്. നേരത്തെ DK മുരളിയുടെ ഒരു പ്രതികരണം വന്നിരുന്നു. അദ്ദേഹം ആലപ്പുഴ സമ്മേളനത്തിലുണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, തിരുവനന്തപുരത്ത് അത്തരം ഒരു മാധ്യമ വാർത്ത വന്നതാണ്, അത് M സ്വരാജിനെതിരെയാണ്, അദ്ദേഹം വിശദീകരിക്കുകയും ചെയ്തതാണ്. പക്ഷേ ആലപ്പുഴയിലേക്ക് വരുമ്പോൾ അവിടെ ഇത്തരം ഒരു പരാമർശമേ നടന്നിട്ടില്ല എന്ന് പറഞ്ഞാണ് തള്ളിക്കളയുന്നത്. എന്തായാലും ഇക്കാര്യത്തിൽ പാർട്ടി സ്വീകരിക്കുന്ന ഒരു തീരുമാനം അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന നിലപാട് ഇതിനെ ആ രീതിയിൽ ചർച്ചയാക്കി വഷളാക്കേണ്ടതില്ല എന്നുള്ളത് തന്നെയാണ്. അതുകൊണ്ട് ആ വിവാദം അധികം ചർച്ചയാക്കാതെ അവസാനിപ്പിക്കാൻ തന്നെയാണ് CPM തീരുമാനിച്ചിട്ടുള്ളത്. പക്ഷേ ഒരു കാര്യം സുജീഷ് സൂചിപ്പിച്ചത് ശരിയാണ്, ആ പുസ്തകം, പെരുപ്പൻകോട് മുരളിയുടെ പുസ്തകം ഇറങ്ങുമ്പോൾ അതിൽ എന്തെങ്കിലും ഉണ്ടാകുമോ എന്നുള്ള ഒരു ചോദ്യം അല്ലെങ്കിൽ ഒരു ആകാംക്ഷ പൊതുസമൂഹത്തിനും പാർട്ടിക്കും ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ശരി ബിനിൽ, എന്തായാലും ഒരു കാലത്ത് പാർട്ടിയുമായി വളരെ സജീവമായി ഉണ്ടായിരുന്ന നേതാക്കളാണ് ഈ പരാമർശങ്ങൾ നടത്തുന്നത്. അവർ പറയുന്ന തുറന്നു പറച്ചിലുകൾ എന്തായാലും CPM-നുള്ളിൽ വലിയ ചർച്ചയാകുന്നുണ്ട്. പക്ഷേ എന്തായാലും ആ വിവാദത്തിൽ കയറി കൊത്തേണ്ടതില്ല എന്ന് തന്നെയാണ് സംസ്ഥാന നേതൃത്വം തന്നെ തീരുമാനിച്ചിരിക്കുന്നത്. കാരണം അതുകൊണ്ടാണ് എല്ലാ പ്രതികരണങ്ങളും ഈ രണ്ട് നേതാക്കൾ പറഞ്ഞ വാക്കുകളെ ഖണ്ഡിക്കുന്ന തരത്തിലാണ് എല്ലാ നേതാക്കളും പ്രതികരിച്ചതും. ബിനിൽ ലീല സാബുവാണ് വിവരങ്ങൾ നൽകിയത്.